വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡയറക്റ്റ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടന്ന ഒരു കമ്പാരിസൺ ആണ്. ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കഴിഞ്ഞ 2-3 വർഷത്തിൽ ഏതൊക്കെ പ്ലെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അവരുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ എത്രയായിരിക്കും, ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ 2-3 വർഷത്തിൽ ഏതൊക്കെ പ്ലേയേഴ്സിലാണ് പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇത് ഒരു സ്കാം ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും മണി ലോണ്ടറിങ് ആക്ടിവിറ്റി ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ സ്കോഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലാങ്കിനെ കൊണ്ടുവന്നു, അതിനുശേഷം ക്രിസ് വുഡിനെ ടീമിലേക്ക് എത്തിച്ചു. ഇവരൊക്കെ 15-18 മില്യൻ്റെ എമൗണ്ട് ആണ് രണ്ടുപേർക്കും കൊടുത്തിട്ടുള്ളത്. ചെൽസിയിൽ നിന്ന് ഹഡ്സൺ അഡോയിനെ മേടിച്ചു. സെയിം പ്രൈസ് റേഞ്ച് ആണ്, 15 മില്യൻ്റെ അടുത്ത് അവർ സ്പെൻഡ് ചെയ്തു. അയോനി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഹൈ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു, 20 മില്യൻ്റെ അടുത്ത് അവർ സ്പെൻഡ് ചെയ്തു. അതുകൂടാതെ ഗിബ്സോയിട്ടും ആണ് അവരുടെ ഒരു ഹയസ്റ്റ് സൈനിങ് എന്ന് പറയുന്നത്. 40-45 മില്യൻ്റെ അടുത്താണ് രണ്ടു പേരിലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സെൽസിനെ 7 മില്യൺ കൊടുത്തു. അയിന ഫ്രീ ഏജന്റ് ആയിട്ട് ടീമിലേക്ക് എത്തി. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്കോഡ് നോക്കുമ്പോൾ ജെയ്ഡൻ സാൻചോ 85 മില്യൺ നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ആന്റണി വാങ്ങിച്ചു. 95 മില്യൺ ആണ് ആന്റണിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കസമിറോ 70 മില്യൺ. നമുക്കറിയാം അത് ജസ്റ്റിഫയബിൾ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ പറയണം. ഒനാന 50 മില്യൻ്റെ സൈനിങ് ആണ്. അതിനുശേഷം വരുമ്പോൾ മെയ്സൺ മൗണ്ട് 64 മില്യൺ കൊടുത്ത് സൈൻ ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു വേഴ്സ് സൈനിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 73 മില്യൺ കൊടുത്തിട്ട് ഹോലാൻഡിനെ ടീമിലേക്ക് എത്തിച്ചു. സിക്സെ 42.5 മില്യൻ്റെ അടുത്തുള്ള ഒരു എമൗണ്ട് ആണ് സിക്സെ കൊടുത്തിട്ടുള്ളത്. ലെനി യോറോ എനിക്ക് തോന്നുന്നു യങ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റ് ആണ്, 62 മില്യൺ സ്പെൻഡ് ചെയ്തു. ഡീലിറ്റും എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സൈനിങ് ആണ്, 45 മില്യൻ്റെ അടുത്താണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഉഗാറ്റെ 50 മില്യൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ പോകുന്ന ഒരു നിരയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡ് നമ്മൾ കാണുന്നത്. ഇപ്പം മിനിമം എമൗണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35-40 മില്യൺ മുതൽ ഓൾമോസ്റ്റ് 100 മില്യൺ വരെ യുണൈറ്റഡ് പല പ്ലേയേഴ്സിലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ സ്കോഡുമായിട്ട് നോക്കുമ്പോൾ അവരുടെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് യുണൈറ്റഡിന്റെ മിനിമം ആണ്. അപ്പം നിങ്ങൾ പറയും, യുണൈറ്റഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ വളരെ വലിയ ക്ലബ്ബാണ്, അതോട് തന്നെ മറ്റ് ടീമുകൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും, 40 മില്യൺ ഒക്കെ ഈ ഒരു മാർക്കറ്റിൽ വളരെ കുറഞ്ഞ പൈസയാണ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം. പക്ഷേ ഈ കൊണ്ടുവന്നിട്ടുള്ള പ്ലേയേഴ്സിൽ എത്ര പേര് ആ കൊടുത്ത പൈസക്ക് ഒരു ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്? മേ ബി 50%, 40%, 30%. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എത്ര പ്ലേയേഴ്സ് ഈ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവന്നിട്ടുണ്ട്? എത്ര പ്ലേയേഴ്സിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്? അപ്പോൾ നിങ്ങൾ പറയും, ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഏരിയ ആണ്, ചിലപ്പോൾ ക്ലിക്കാവും, ചിലപ്പോൾ ക്ലിക്കാവില്ല. അങ്ങനെയാണെങ്കിൽ 80, 70, 90 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാരണമുണ്ടോ? ഫോറസ്റ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 മില്യൺ ആവറേജിൽ അവർ 5-6 പ്ലേയേഴ്സിന് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ 50% സക്സസ് റേറ്റ് കൂട്ടിയാൽ തന്നെ എനിക്ക് തോന്നുന്നു 50% മുകളിൽ സക്സസ് റേറ്റ് ഉണ്ട്. അത് കൂട്ടിയാൽ തന്നെ അവർക്ക് പ്രോഫിറ്റബിൾ ആണ്. ഇപ്പോൾ പല പ്ലേയേഴ്സിൻ്റെയും വാല്യൂ 25-30 മില്യൺ ആയിക്കഴിഞ്ഞു, അതായത് ഡബിൾ ആയിക്കഴിഞ്ഞു. ക്രിസ് വുഡിനെ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ ഇനിയും സെല്ല് ചെയ്യാം, എലാങ്കിനെ വേണേൽ സെല്ല് ചെയ്യാം. ഇപ്പോൾ അതുപോലെ പല പ്ലേയേഴ്സിൻ്റെയും ഒരു MVP വാല്യൂ മാറിയ സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. പക്ഷേ യുണൈറ്റഡിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് വാല്യൂ 70% ഒക്കെ താഴോട്ട് പോയി. 90 മില്യണുള്ള ഒരു പ്ലെയറിന് ഇപ്പോൾ 10 മില്യൺ കിട്ടിയാൽ ഭാഗ്യം. 65 മില്യണുള്ള പ്ലെയറിന് ഫ്രീ ഏജന്റ് ആയിട്ട് കൊടുക്കേണ്ട സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ലോണിലൂടെ പുഷ് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. എന്താണ് ഇതിന് കാരണം? ആരാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഡിസിഷൻ എടുക്കുന്നത്? എന്തുകൊണ്ട് സ്റ്റാർട്ട് ബേസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല? എന്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള സ്കൗട്ടിംഗ് ടീമിനെ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് സ്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചിലപ്പോൾ എനിക്കറിയില്ല, ഞാൻ പറയുകയാണ്, ഈ സ്കാം അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്ടിവിറ്റി ഇതുപോലുള്ള ബിഗ് ട്രാൻസ്ഫറിൽ ഇൻവോൾവ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഓവർ പ്രൈസ്ഡ് ഒക്കെ ചിലപ്പോൾ ആയേക്കാം, പക്ഷേ ഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഒക്കെ കൊടുത്തിട്ടാണ് ചില പ്ലേയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കുന്നത്. ഇത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത ട്രാൻസ്ഫേഴ്സ് ആണ്. അപ്പോൾ ഓവർ പ്രൈസ്ഡ് ആയിട്ട് വാങ്ങിക്കുന്നു, അതിൻ്റെ 80% ഡിസ്കൗണ്ടോടെ വിൽക്കുന്നു.
ഇതുപോലുള്ള ഒരു ബിസിനസ് മോഡലാണ് നമ്മളിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.